നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ട്. ചെറിയ പെരുന്നാൾ അവധി പ്രഖ്യാപിച്ച് UAE. സർക്കാർ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് 5 ദിവസം വരെ അവധി ലഭിക്കുമെന്ന് സൂചന. ഷാർജ എമിറേറ്റിലെ സർക്കാർ ജീവനക്കാർക്ക് വെള്ളിയാഴ്ച ഉൾപ്പെടെ 6 ദിവസം വരെ പെരുന്നാൾ അവധി. കുവൈത്തിലെ ജയിലുകളിലും നാടുകടത്തൽ കേന്ദ്രങ്ങളിലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ പുതിയ സംവിധാനവുമായി ആഭ്യന്തര മന്ത്രാലയം. വിമാന ടിക്കറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ ജയിലിൽ കഴിയുന്നത് നിരവധി പേർ. ചരിത്രമെഴുതി സുനിത വില്യംസും സംഘവും ഭൂമിയിൽ തിരിച്ചിറങ്ങി. ക്രൂ9 ഡ്രാഗൺ പേടകം മെക്സിക്കൻ ഉൾക്കടലിൽ ലാൻഡ് ചെയ്തത് വെളുപ്പിനെ 3:27. ബഹിരാകാശ സഞ്ചാരികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് നാസ. സുനിത രാജ്യത്തിന്റെ പുത്രിയെന്ന് ഇന്ത്യ. ആവശ്യങ്ങൾ അംഗീകരിക്കാനായി നാളെ മുതൽ ആശാ വർക്കർമാരുടെ നിരാഹാര സമരം. ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയം. ഇൻസെന്റീവ് കൂട്ടണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്ന് മന്ത്രി വീണ ജോർജ്. ഇൻസെന്റീവ് കൂട്ടുന്നത് പരിഗണനയിലെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ രാജ്യസഭയിൽ. ഗാസയിൽ ആക്രമണം തുടർന്ന് ഇസ്രായേൽ. സർവശക്തിയോടെ ആക്രമണം തുടരുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. നെതന്യാഹുവിനെതിരെ ഇസ്രായേൽ കനത്ത പ്രതിഷേധം. വീണ്ടും മോദി പ്രശംസയുമായി ശശി തരൂർ. റഷ്യ യുക്രൈൻ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാട് ശരിയെന്ന് തരൂർ. താൻ സംസാരിച്ചത് ഭാരതീയനെന്ന നിലയിലെന്നും രാഷ്ട്രീയം കാണുന്നില്ലെന്നും വിശദീകരണം. തരൂരിന്റെ മോദി സ്തുതി രാഹുൽ ഗാന്ധിയുടെ മുഖത്തേറ്റ അടിയെന്ന് കെ സുരേന്ദ്രൻ. ആദ്യം ഗൾഫ് വാർത്തകൾ നോക്കാം. റമദാൻ മാസം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. UAEയിലെ സർക്കാർ സ്വകാര്യ മേഖലയിലെ ജീവനക്കാരുടെ ചെറിയ പെരുന്നാൾ അവധി ദിവസങ്ങൾ പ്രഖ്യാപിച്ചു. വാരാന്ത്യ ദിനങ്ങൾ ഉൾപ്പെടെ 5 ദിവസം വരെ ഇത്തവണ അവധി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റമദാൻ പൂർത്തിയാക്കി മാർച്ച് 30-നോ 31-നോ ആയിരിക്കും ചെറിയ പെരുന്നാൾ. മാർച്ച് 29 മുതൽ മാസപ്പിറവി കണക്കാക്കുന്നതിനുള്ള UAEയുടെ ചാന്ദ്ര നിരീക്ഷണ സമിതി ചന്ദ്രക്കല നിരീക്ഷണം ആരംഭിക്കും. 29-ന് ചന്ദ്രക്കല ദർശിച്ചാൽ മാർച്ച് 30-ന് ചെറിയ പെരുന്നാളായിരിക്കും. അങ്ങനെയെങ്കിൽ ഞായറാഴ്ച മുതൽ ഏപ്രിൽ 1 ചൊവ്വാഴ്ച വരെ 3 ദിവസം അവധി ലഭിക്കും. രാജ്യത്തെല്ലാമുള്ള സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് ശമ്പളത്തോടെയുള്ള അവധി ബാധകമാണെന്ന് മാനവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. എന്നാൽ മാർച്ച് 29-ന് ചന്ദ്രക്കല ദൃശ്യമായില്ലെങ്കിൽ റമദാൻ 30 ദിവസം പൂർത്തിയാക്കി മാർച്ച് 31-നാവും ചെറിയ പെരുന്നാൾ. ആ സാഹചര്യത്തിൽ അവധി ഏപ്രിൽ 2 വരെ നീളുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. വാരാന്ത്യ ദിനങ്ങൾ ഉൾപ്പെടെ 5 ദിവസം വരെ അവധി ലഭിക്കാൻ സാധ്യതയുണ്ട്. UAE നടപ്പാക്കിയ ഏകീകൃത അവധിക്കാല നയമനുസരിച്ച് സർക്കാർ പൊതുമേഖലാ ജീവനക്കാർക്കും സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും ഒരുപോലെ അവധി ലഭിക്കും. അതേസമയം ഷാർജ എമിറേറ്റിലെ സർക്കാർ ജീവനക്കാർക്ക് വെള്ളിയാഴ്ച ഉൾപ്പെടെ 6 ദിവസം വരെ പെരുന്നാൾ അവധി ലഭിക്കും. അമൃത ന്യൂസ്, ദുബായ്. കുവൈത്തിലെ ജയിലുകളിലും നാടുകടത്തൽ കേന്ദ്രങ്ങളിലും നാട് കടത്താൻ വിധിക്കപ്പെട്ട് കഴിയുന്ന വിദേശികളുടെ നടപടിക്രമങ്ങൾ പെട്ടെന്ന് പൂർത്തിയാക്കാൻ പുതിയ സംവിധാനം ഏർപ്പെടുത്തിയതായി ആഭ്യന്തര മന്ത്രാലയം. നിരവധി വിദേശികളാണ് വിമാന ടിക്കറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ മാസങ്ങളായി ജയിലിൽ കഴിയുന്നത്. ആക്ടിംഗ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫിന്റെ നിർദ്ദേശപ്രകാരമാണ് പുതിയ സംവിധാനം നടപ്പിലാക്കുന്നത്. നാടുകടത്തലിന് വിധിക്കപ്പെട്ട പ്രവാസികൾക്ക് പാസ്പോർട്ടോ അല്ലെങ്കിൽ യാത്രാരേഖയോ ഉണ്ടെങ്കിൽ 3 ദിവസത്തിനകം നാടുകടത്തുവാൻ പുതിയ സംവിധാനം വഴി സാധ്യമാകും. യാത്രാരേഖയില്ലാത്തവർക്ക് അവരുടെ എംബസികൾ മുഖേന നേരിട്ട് ബന്ധപ്പെട്ട് ഇവ എത്രയും പെട്ടെന്ന് ലഭ്യമാക്കാൻ പ്രത്യേക ഓഫീസ് പ്രവർത്തിക്കുന്നതായും അധികൃതർ അറിയിച്ചു. നാടുകടത്തപ്പെടുവാൻ വിധിക്കപ്പെട്ടവർ സ്വന്തമായോ അല്ലെങ്കിൽ സ്പോൺസർ വഴിയോ വിമാന ടിക്കറ്റ് നൽകിയില്ല എങ്കിൽ ആഭ്യന്തര മന്ത്രാലയവുമായി കരാറിൽ ഏർപ്പെട്ട ട്രാവൽ ഏജൻസികൾ വഴി ഇവരുടെ വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്ത് നാട്ടിലേക്ക് അയക്കുകയും പിന്നീട് ഈ തുക സ്പോൺസറിൽ നിന്ന് ഈടാക്കുകയും ചെയ്യും. ഇത്തരത്തിൽ നടപടിക്രമങ്ങൾ വേഗത്തിലാകുന്നതോടെ നാടുകടത്തൽ കേന്ദ്രങ്ങളിൽ കഴിയുന്ന 3000 പേരെ വീതം പ്രതിമാസം നാടുകടത്താൻ സാധിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. അനിൽ കെ നമ്പ്യാർ, അമൃത ന്യൂസ്, കുവൈറ്റ്.
ഭിക്ഷാടനത്തിനും അനധികൃത പണപ്പിരിവിനുമെതിരെയുള്ള നടപടികൾ UAE കർശനമാക്കുകയാണ്. റമദാൻ മാസത്തിന്റെ ആദ്യ പകുതിയിൽ ഷാർജ എമിറേറ്റിൽ നിന്നും 107 ഭിക്ഷാടകരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു. ഇവരിൽ 20 പേർ സ്ത്രീകളാണ്. 50,000 ദിർഹത്തിലേറെയാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത്. ഭിക്ഷാടനം കുറ്റകൃത്യമാണ്, ദാനം നൽകുന്നത് കടമയാണ് എന്ന സന്ദേശത്തോടെയാണ് ഷാർജ ഭിക്ഷാടന വിരുദ്ധ പ്രചാരണം നടത്തുന്നത്. ഭിക്ഷാടനം ശ്രദ്ധയിൽപ്പെട്ടാൽ 840 അല്ലെങ്കിൽ 901 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ അറിയിക്കണമെന്ന് ഷാർജ പോലീസ് പൊതുജനങ്ങളോട് നിർദ്ദേശിച്ചു. ദുബായ് നഗരത്തിലെ പ്രധാന പാതകളിലൊന്നായ ഷെയ്ഖ് സയ്യിദ് റോഡിലെ വിവിധ ഇടങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയതായി ദുബായ് RTA അറിയിച്ചു. അതിവേഗം വളരുന്ന ദുബായ് നഗരത്തിന്റെ ഭാവിയിലെ ഗതാഗത ആവശ്യങ്ങൾ ഉൾക്കൊണ്ടാണ് വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. പദ്ധതികളുടെ ഭാഗമായി അബുദാബിയിലേക്കുള്ള ദിശയിൽ ദുബായ് ഫിനാൻഷ്യൽ സെന്റർ മെട്രോ സ്റ്റേഷനോട് ചേർന്ന് പോകുന്ന സർവീസ് റോഡിന്റെ ശേഷി വർദ്ധിപ്പിച്ചു. ഇതോടെ നിലവിലുള്ളതിനേക്കാൾ 25% കൂടുതൽ വാഹനങ്ങൾക്ക് ഇതിലൂടെ സഞ്ചരിക്കാനാകും. അൽഖൈൽ റോഡിനെയും ഫിനാൻഷ്യൽ സെന്റർ സ്ട്രീറ്റിനെയും ബന്ധിപ്പിക്കുന്ന പാതയും കൂടുതൽ വാഹനങ്ങളെ ഉൾക്കൊള്ളാനാകും വിധം വികസിപ്പിച്ചു. ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്റർ, ബുർജ് ഖലീഫ, ദുബായ് മാൾ, വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ തുടങ്ങിയ സുപ്രധാന മേഖലകളും താമസ ഇടങ്ങളുമാണ് ഷെയ്ഖ് സയ്യിദ് റോഡിന്റെ ഇരുവശങ്ങളിലും ഉള്ളത്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ 3ാമത്തെ റൺവേ, പുതിയ കൺട്രോൾ ടവർ, എയർ കാർഗോ സിറ്റി തുടങ്ങിയ പ്രധാന പദ്ധതികൾ പൂർത്തീകരിച്ചതായി സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ജനറൽ അൽ ഒദൈബി. ഈ പദ്ധതികളുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ പവർ ഫയർ സ്റ്റേഷനുകൾ, റഡാർ, എയർ നാവിഗേഷൻ സിമുലേഷൻ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുമെന്ന് അൽ ഒദൈബി പറഞ്ഞു. വിമാനത്താവളങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു സ്വകാര്യ കമ്പനിയും എയർ നാവിഗേഷൻ കൈകാര്യം ചെയ്യാൻ മറ്റൊന്ന് ഉൾപ്പെടെയുള്ള കമ്പനികൾ പ്രവർത്തിക്കുന്ന സിവിൽ ഏവിയേഷൻ അതോറിറ്റി സ്ഥാപിക്കും. രാജ്യത്തെ വ്യോമയാനത്തിന്റെ ഭാവിയിലേക്കുള്ള ഏറ്റവും അനുയോജ്യമായ കാഴ്ചപ്പാടാണ് ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പദ്ധതി നടപ്പിലാക്കുന്ന കമ്പനിയുടെ വാഗ്ദാനങ്ങൾ അനുസരിച്ച് പുതിയ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം 2026 അവസാനത്തിൽ തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുവൈറ്റിൽ സ്ത്രീകൾ കാറുകൾ ഓടിക്കുമ്പോൾ ബുർഖ ധരിക്കുന്നതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകൾ ആഭ്യന്തര മന്ത്രാലയം നിഷേധിച്ചു. ബുർഖ ധരിച്ച് വാഹനം ഓടിക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ 1984 പുറപ്പെടുവിച്ച പഴയ മന്ത്രിതല തീരുമാനത്തെ പരാമർശിക്കുന്നതാണെന്നും ഫലപ്രദമായ നിയമമല്ലെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. പൊതുനിരത്തുകളിൽ വാഹനം ഓടിക്കുന്ന ചില സ്ത്രീകൾ ബുർഖ ധരിക്കുമ്പോൾ ഡ്രൈവറുടെ മുഖഭാവം തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് എന്ന സുരക്ഷാ കാരണങ്ങളാലാണ് അന്ന് ഈ തീരുമാനമെടുത്തതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഡ്രൈവറുടെ ഐഡന്റിറ്റി പരിശോധിക്കുമ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഇത് ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാക്കിയതായും എന്നാൽ ഇന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ വനിതാ ഡ്രൈവർമാരുടെ ഐഡന്റിറ്റി പരിശോധിക്കുന്നത് എളുപ്പമായതായും അധികൃതർ അറിയിച്ചു. ഏപ്രിൽ 20, 21 തീയതികളിൽ ജിദ്ദ, മക്ക, തായിഫ് എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വിദ്യാഭ്യാസ മന്ത്രാലയം അവധി പ്രഖ്യാപിച്ചു. ഫോർമുല 1 മത്സരത്തിന്റെ വിജയത്തിനായി ജിദ്ദ, മക്ക, തായിഫ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ മേഖലാ ജീവനക്കാർക്കും ഏപ്രിൽ 20, 21 തീയതികളിൽ അധിക അവധി നൽകാൻ വിദ്യാഭ്യാസ മന്ത്രാലയം തീരുമാനിച്ചതായി അധികൃതർ അറിയിച്ചു. അതേസമയം സൗദിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്നത്തെ അധ്യയന ദിവസം അവസാനിച്ചതോടെ ഈദുൽ ഫിത്തർ അവധിക്ക് അടച്ചു. 18 ദിവസം പെരുന്നാൾ അവധി ലഭിക്കും. 3rd സെമസ്റ്റർ ക്ലാസുകൾക്ക് ഏപ്രിൽ 6 സ്കൂളുകൾ തുറക്കും. പെരുന്നാൾ അവധിക്ക് ശേഷം തുറക്കുന്ന സ്കൂളുകളിൽ വേനൽക്കാല പ്രവൃത്തി സമയമാണ് നിലവിലുണ്ടാകുക. വിശുദ്ധ ഹറമിൽ സ്ഥാപിച്ച സംസം ടാപ്പുകളിൽ നിന്ന് ശരീരശുദ്ധി വരുത്തരുതെന്ന് വിശ്വാസികളോടും തീർത്ഥാടകരോടും ഹജ്ജ് ഉംറ മന്ത്രാലയം ആവശ്യപ്പെട്ടു. സ്ഥലം വൃത്തിയാക്കി സൂക്ഷിക്കുകയും വെള്ളം പാഴാക്കരുതെന്നും നിർദ്ദേശം. വിശുദ്ധ ഹറമിൽ 20,000-ഓളം വലിയ സംസം ജാറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവയ്ക്ക് പുറമെ ഹറമിനകത്ത് 100 കണക്കിന് സ്ഥലങ്ങളിൽ ടാപ്പുകളും സജ്ജീകരിച്ചു. അങ്ങനെ മാസങ്ങൾ നീണ്ട ദൗത്യത്തിന് ശേഷം സുനിതയും സംഘവും ഭൂമിയിലെത്തി. ക്രൂൻ അയൺ ഡ്രാഗൺ പേടകം മെക്സിക്കൻ ഉൾക്കടലിൽ ഫ്ലോറിഡയുടെ തീരത്തോട് ചേർന്ന് പുലർച്ചെ 3:30-ഓടെയാണ് പതിച്ചത്. സുനിത അടക്കമുള്ള 4 ബഹിരാകാശ യാത്രികരുടെയും വീട്ടിലേക്കുള്ള മടക്കം ദിവസങ്ങൾ നീളുന്ന ആരോഗ്യ പരിശോധനകൾക്ക് ശേഷം ഡോക്ടർമാരുടെ അനുമതിയോടെ മാത്രമായിരിക്കും. And splashdown, Crew 9 back on Earth.
9 മാസങ്ങൾക്ക് ശേഷം ഭൂമിയിൽ തിരിച്ചെത്തിയ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും സംഘവും സുരക്ഷിതർ. നിക് ഹേഗിനെയാണ് ആദ്യം പുറത്തെത്തിച്ചത്. പിന്നാലെ അലക്സാണ്ടർ ഗോർബനോവിനെ എത്തിച്ചു. കൈവീശി കാണിച്ച് ചിരിച്ചുകൊണ്ട് മൂന്നാമതായി സുനിതയും എത്തി. ഏറ്റവും ഒടുവിൽ ബുച്ച് വിൽമോറിനെയും പുറത്തെത്തിക്കുകയായിരുന്നു. തുടർന്ന് അവരെ സ്ട്രെച്ചറിൽ വൈദ്യപരിശോധനയ്ക്കായി മാറ്റി. സുനിത വില്യംസ് ഉൾപ്പെടെ എല്ലാവരും അതീവ സന്തുഷ്ടരായി ക്യാമറയിലൂടെ ജനങ്ങളോട് സംസാരിച്ചു. There we have it, some waves, some thumbs up and some smiles. Definitely seems to be a theme among all recovery operations. ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം രാവിലെ 10:35 ഫ്രീഡം ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് അൺഡോക്ക് ചെയ്തത്. ഏകദേശം 17 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഇന്ന് പുലർച്ചെ 3:30 പേടകത്തിന്റെ സ്പ്ലാഷ് ഡൗൺ വിജയകരമായത്. 1600 ഡിഗ്രി സെൽഷ്യസ് താപനിലയെ അതിജീവിച്ചാണ് പേടകം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടന്നത്. ഈ സമയത്ത് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിനേക്കാൾ 4 ഇരട്ടിയാകും യാത്രികർക്ക് അനുഭവപ്പെടുക. തുടർന്ന് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മെക്സിക്കൻ ഉൾക്കടലിൽ പാരച്യൂട്ടുകളുടെ സഹായത്തോടെ പേടകം പതിക്കുകയായിരുന്നു. ഫ്ലോറിഡയ്ക്ക് സമീപമായിരുന്നു ഇത്. സ്പേസ് എക്സിന്റെ MV മേഗൻ എന്ന റിക്കവറി കപ്പൽ പേടകം വീണ്ടെടുത്ത് കരയിലേക്ക് എത്തിച്ചു. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായി സഹകരിച്ചാണ് നാസ തിരിച്ചുവരവ് സാധ്യമാക്കിയത്. 9 മാസത്തെ ബഹിരാകാശവാസത്തിന് ശേഷം നാൽവർ സംഘം തിരികെ ഭൂമിയിലേക്ക് എത്തുന്നത് നാസയുടെ ദീർഘകാല ചാന്ദ്ര ചൊവ്വ ദൗത്യങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്ന അനുഭവങ്ങളുമായാണ്. അവരുടെ അനുഭവങ്ങൾ ഭാവിയിൽ ആഴത്തിലുള്ള ബഹിരാകാശ പര്യവേക്ഷണത്തിന് നിർണായകമായ ആധുനിക ജീവൻ രക്ഷാ സംവിധാനങ്ങളും റേഡിയേഷൻ ഷീൽഡിംഗ് ഉൾപ്പെടെയുള്ള ആരോഗ്യ അപകട സാധ്യതകൾ ലഘൂകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള സാങ്കേതിക വിദ്യകളുടെ വികസനത്തിന് സഹായകരമാണ്. സയൻസ് ഡെസ്ക്, അമൃത TV. ബഹിരാകാശത്തു നിന്നും ഭൂമിയിലെത്തിയ സുനിത വില്യംസ് ഉൾപ്പെടെയുള്ള യാത്രികർക്ക് ഇനി ആഴ്ചകൾ നീളുന്ന ഫിസിക്കൽ തെറാപ്പിയും മെഡിക്കൽ നിരീക്ഷണവും. ഭൂമിയിലെ ഗ്രാവിറ്റിയുമായി പൊരുത്തപ്പെടാനാണ് ഇത്. നിലവിൽ 4 പേർക്കും ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നാണ് വിവരം. ഭൂമിയിലെത്തിയ സുനിതയെയും ബുച്ച് വിൽമോറിനെയും ക്രൂ 9 മറ്റ് 2 അംഗങ്ങളെയും ആദ്യം കൊണ്ടുപോയത് ടെക്സസിലെ ഹൂസ്റ്റണിലുള്ള നാസയുടെ ജോൺസൺ ബഹിരാകാശ കേന്ദ്രത്തിലേക്കാണ്. അവിടെ അവരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കും. 9 മാസത്തോളം മൈക്രോഗ്രാവിറ്റിയിൽ കഴിഞ്ഞ അവർക്ക് ഭൂമിയുടെ ഗുരുത്വാകർഷണവുമായി പൊരുത്തപ്പെടാനുള്ള സഹായം ലഭ്യമാക്കും. ബഹിരാകാശ യാത്രയ്ക്ക് മുൻപുള്ള അവസ്ഥയിലേക്ക് എത്താൻ ബഹിരാകാശ യാത്ര കഴിഞ്ഞെത്തുന്ന എല്ലാ യാത്രികർക്കും റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം നാസ നിർബന്ധമാക്കിയിട്ടുണ്ട്. ബഹിരാകാശ യാത്രികരുടെ ശാരീരികവും മാനസികവുമായ മാറ്റങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ വിശദമായ പരിശോധനയും റീഹാബിലിറ്റേഷനും. മസാജ് തെറാപ്പി, ഫിസിക്കൽ റീകണ്ടീഷനിങ്ങിന് വേണ്ടിയുള്ള പരിശീലനങ്ങളിലെല്ലാം ഈ സെഷനുകളിൽ ഉൾപ്പെടുന്നു. ഇതിനെല്ലാം നാസ ശാസ്ത്രീയമായി തയ്യാറാക്കിയ പ്രോട്ടോകോൾ പിന്തുടരുന്നുമുണ്ട്. സുനിതയെയും ബുച്ച് വിൽമോറിനെയും സംബന്ധിച്ച് ഈ യാത്ര പുതിയ കാര്യമല്ല. പരിചയസമ്പന്നരായ അവർക്ക് അപ്രതീക്ഷിതമായ ഈ നീണ്ട ബഹിരാകാശ യാത്ര വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിച്ചതും അതിനാലാണ്. എങ്കിലും ദീർഘനാൾ ബഹിരാകാശത്ത് തങ്ങി മടങ്ങുന്നവർക്ക് ഭൂമിയിൽ ജീവിക്കുന്നതിന് അനുകൂലമായ ശാരീരിക മാനസികാവസ്ഥ വീണ്ടെടുക്കൽ പ്രക്രിയയ്ക്ക് നാളുകളെടുക്കും. ഗുരുത്വാകർഷണമില്ലാത്ത അവസ്ഥയിൽ ജീവിച്ചതിനാൽ അവരുടെ കൈകാലുകളിലെ പേശികൾ ക്ഷയിച്ചിട്ടുണ്ടാകാം. സീറോ ഗ്രാവിറ്റി, മൈക്രോഗ്രാവിറ്റി എന്നീ പ്രതിഭാസങ്ങൾ നമ്മുടെ ശരീരത്തിലെ എല്ലുകളുടെ സാന്ദ്രത, രക്തയോട്ടത്തിന്റെ വേഗം, മെറ്റബോളിസം റേറ്റ്, റേഡിയേഷൻ റിസ്ക് എന്നിങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ മാറ്റിമറിക്കും. ശാരീരിക മാനസികാരോഗ്യം പഴയപടിയിലാകാൻ വർഷങ്ങളെടുക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ബഹിരാകാശ യാത്രികരുടെ ആരോഗ്യത്തിനായി മാത്രമല്ല, ഭാവി പര്യവേക്ഷണങ്ങൾക്ക് മുൻപ് സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾക്ക് കൂടിയാണ് നാസ ഈ വൈദ്യ പരിശോധനകളും റീഹാബിലിറ്റേഷനുകളും നടത്തുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. ആരോഗ്യമന്ത്രി വീണ ജോർജുമായുള്ള ചർച്ച പരാജയപ്പെട്ടതോടെ അനിശ്ചിതകാല നിരാഹാര സമരത്തിൽ ഉറച്ച് ആശാ വർക്കർമാർ. ചർച്ചയ്ക്ക് വിളിച്ചു എന്ന് വരുത്തി തീർക്കാനാണ് മന്ത്രിയുടെ ശ്രമമെന്ന് ആശാപ്രവർത്തകർ പ്രതികരിച്ചു. ഓണറേറിയ 3 ഇരട്ടി വർദ്ധിപ്പിക്കണമെന്ന ആശമാരുടെ ആവശ്യം പ്രായോഗികമല്ലെന്ന് മന്ത്രി. സമരം നിരാഹാരത്തിലേക്ക് പോകുന്നത് നിർഭാഗ്യകരമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. ആശാവർക്കർമാരുടെ സമരം 3ാം ഘട്ട അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് പോകുന്നതിന് തൊട്ടുമുമ്പ് NHM ഡയറക്ടറുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് മന്ത്രി വീണ ജോർജ് ആശാവർക്കർമാരെ ചർച്ചയ്ക്ക് ക്ഷണിച്ചത്. നിയമസഭയിൽ മന്ത്രിയുടെ ഓഫീസിൽ 1 മണിക്കൂർ ചർച്ച നടന്നെങ്കിലും സമരം നിർത്തണമെന്ന ആവശ്യം മാത്രമാണ് മന്ത്രി മുന്നോട്ട് വെച്ചതെന്നും പേരിനൊരു ചർച്ച നടത്തിയെന്ന് വരുത്തി തീർക്കുകയായിരുന്നു മന്ത്രിയെന്നും ആശാവർക്കർമാർ പറഞ്ഞു. അതിനാൽ തന്നെ അനിശ്ചിതകാല സത്യാഗ്രഹ സമരവുമായി മുന്നോട്ടു പോകാനാണ്
കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. എന്താണെങ്കിലും ഒരു ചർച്ച വിളിച്ചു, നമ്മൾ ചർച്ച വിളിക്കണം ആവശ്യപ്പെട്ടിരുന്നു, അത് വിളിച്ചു എന്നതിനപ്പുറത്തേക്ക് മറിച്ച് സാമ്പത്തിക പ്രതിസന്ധി അത് ആശമാർ മനസ്സിലാക്കണം എന്ന കാര്യം മാത്രമേ ഉള്ളൂ. മന്ത്രി വളരെ പ്ലീസിംഗ് ആയിരുന്നു. നിങ്ങളത് ഉൾക്കൊണ്ട് പിരിഞ്ഞു പോകണം എന്നുള്ളതാണ്. നാളെ രാവിലെ 11 മണിക്ക് നമ്മുടെ നിരാഹാര സമരം ആരംഭിക്കും. എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കഴിഞ്ഞു. ഓണറേറിയ വർധനവ് സർക്കാരിന്റെ പരിഗണനയിലുള്ള കാര്യമാണെന്നും അത് ഉൾക്കൊണ്ടുകൊണ്ട് സമരം അവസാനിപ്പിക്കാൻ ആശാ വർക്കർമാർ തയ്യാറാകണമെന്നും മന്ത്രി വീണ ജോർജ് ചർച്ചയിൽ ആവശ്യപ്പെട്ടു. ഓണറേറിയം 3 ഇരട്ടി വർദ്ധിപ്പിക്കണമെന്ന ആശമാരുടെ ആവശ്യം പ്രായോഗികമല്ല. അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് പോകുന്നത് നിർഭാഗ്യകരമാണെന്നും മന്ത്രി പറഞ്ഞു. വർദ്ധിപ്പിക്കണമെന്നുള്ളത് തന്നെയാണ് ഓണറേറിയം സ്റ്റേറ്റ് നൽകുന്നതാണല്ലോ. അതോടൊപ്പം പക്ഷേ ഇപ്പോൾ അത് 3 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കണമെന്ന് പറയുമ്പോൾ നമുക്കൊരു ജനാധിപത്യപരമായിട്ടുള്ള നിലയിൽ അതിനെ സമീപിക്കണം. സമരം അവസാനിപ്പിക്കുകയും അതിലൊരു അനുഭാവപൂർണമായിട്ടുള്ള നിലപാട് സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇതിൽ എന്താണ് സ്റ്റേറ്റിന് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കൃത്യമായിട്ട് സ്റ്റേറ്റ് ചെയ്തു പോവുകയും ചെയ്യും എന്നുള്ളത് അവരെ അറിയിക്കുകയുണ്ടായി. സ്ത്രീ സന്നദ്ധ പ്രവർത്തകർ എന്നുള്ള നിലയിൽ നിന്ന് ആശാപ്രവർത്തകരെ മാറ്റുകയും അത് സംബന്ധിച്ച് ഗൈഡ് ലൈനിൽ മോഡിഫിക്കേഷൻ വരുത്തുകയും ചെയ്യണമെന്നുള്ള കാര്യം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടും. കേന്ദ്ര ആരോഗ്യമന്ത്രിയെ ഈ ആഴ്ച തന്നെ ഞാൻ പോയി കണ്ട് ഈ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നതാണ് എന്ന് പറഞ്ഞു. ഇന്നു നടന്ന 2 ചർച്ചയിലും ഏറെ പ്രതീക്ഷയാണ് ആശാ വർക്കർമാർ വെച്ചു പുലർത്തിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആശമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പാർലമെന്റിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ഇൻസെന്റീവ് സമയബന്ധിതമായി പരിഗണിക്കുമെന്നും ആയുഷ് ഭാരത് പദ്ധതിയുമായി ആശമാരെ ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും രാജ്യസഭയിൽ JP നദ്ദ വ്യക്തമാക്കി. വിഴിഞ്ഞം ഭൂഗർഭ റെയിൽപാതയുടെ DPRന് അനുമതി നൽകി സർക്കാർ. കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ തയ്യാറാക്കിയ DPR മന്ത്രിസഭായോഗം അംഗീകരിച്ചു. വിഴിഞ്ഞം തുറമുഖത്തെ ബാലരാമപുരം സ്റ്റേഷനുമായി ബന്ധിപ്പിക്കും. 2028 ഡിസംബറിന് മുൻപ് റെയിൽപാത ഗതാഗത യോഗ്യമാക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. വിഴിഞ്ഞം ഭൂഗർഭ റെയിൽപാതയ്ക്ക് 1482.92 കോടി രൂപയുടെ ഭരണാനുമതിയാണ് മന്ത്രിസഭായോഗം നൽകിയത്. വിഴിഞ്ഞം തുറമുഖത്തെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കും. കൊങ്കൺ റെയിൽ കോർപ്പറേഷനാണ് പദ്ധതിയുടെ നിർമ്മാണ ചുമതല. പദ്ധതിക്കായി ബാലരാമപുരം, പള്ളീച്ചൽ, അതിയന്നൂർ വില്ലേജുകളിലായി 4.5 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്നത് അന്തിമഘട്ടത്തിലാണ്. DPR മന്ത്രിസഭായോഗം അംഗീകരിച്ചതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. ബാലരാമപുരത്ത് നിന്ന് വിഴിഞ്ഞത്തേക്കുള്ള 10.7 കിലോമീറ്റർ റെയിൽപാതയിൽ 9.5 കിലോമീറ്ററും ഭൂഗർഭ പാതയാണ്. നിർമ്മാണ ചെലവായ 1402 കോടി രൂപ പൂർണ്ണമായും സംസ്ഥാന സർക്കാരാണ് വഹിക്കുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വയനാട് പുനരധിവാസത്തിനായി ടൗൺഷിപ്പ് നിർമ്മാണത്തിനുള്ള എൽസ്റ്റൺ എസ്റ്റേറ്റിന് നഷ്ടപരിഹാര തുക നിശ്ചയിച്ച സർക്കാർ 26.5 കോടി രൂപയ്ക്ക് 64 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കും. മാതാപിതാക്കൾ നഷ്ടമായ കുട്ടികൾക്ക് 10 ലക്ഷം രൂപ പഠന സഹായം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായി 8 മാസം പിന്നിട്ടിട്ടും പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാകുമ്പോഴാണ് എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതടക്കം നടപടികൾ വേഗത്തിലാക്കാൻ സർക്കാർ തീരുമാനമെടുത്തത്. ടൗൺഷിപ്പ് നിർമ്മാണത്തിനായി കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 64 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. ഇതിനായി 26,56,10,769 രൂപ നഷ്ടപരിഹാരം നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് തുക അനുവദിക്കുക. ഉരുൾപൊട്ടലിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട 7 കുട്ടികൾക്കും മാതാപിതാക്കളിൽ ഒരാൾ മാത്രം നഷ്ടമായ 14 കുട്ടികൾക്കും പഠനാവശ്യത്തിനു വേണ്ടി മാത്രം 10 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിക്കും. 18 വയസ്സുവരെ തുക പിൻവലിക്കാനാകില്ല എന്ന വ്യവസ്ഥയിൽ ജില്ലാ കളക്ടറുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കും. പ്രതിമാസ പലിശ രക്ഷകർത്താവിന് നൽകാനും കളക്ടറെ ചുമതലപ്പെടുത്തി. തൃശൂർ പീച്ചി ഡാമിന്റെ റിസർവോയറിലുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട 3 കുട്ടികളുടെ മാതാപിതാക്കൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റ കുട്ടിക്ക് 1 ലക്ഷം രൂപയും ധനസഹായം നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തലശ്ശേരി മണോളിക്കാവ് ക്ഷേത്രോത്സവത്തിനിടെ പോലീസുകാരെ ആക്രമിച്ചതും CPM പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയതും സഭയിൽ അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാൻ അനുമതി നൽകിയില്ല. സർക്കാരിന് അപ്രിയമായ കാര്യങ്ങൾ സഭയിൽ അനുവദിക്കാത്തത് അംഗീകരിക്കാനാകില്ലെന്ന് പ്രതിപക്ഷം. സ്പീക്കറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ഫെബ്രുവരി 20-നായിരുന്നു
തലശ്ശേരി മണോളിക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ സംഘർഷമുണ്ടായത്. പ്രശ്നത്തിൽ ഇടപെട്ട പോലീസുകാരും CPM പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുകയും തുടർന്ന് അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. എന്നാൽ CPMകാരെ അറസ്റ്റ് ചെയ്ത 2 SIമാരെ പിന്നീട് സ്ഥലം മാറ്റുകയും ചെയ്തു. ഈ വിഷയമാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. പ്രതിപക്ഷത്തു നിന്ന് സണ്ണി ജോസഫ് MLA ആണ് നോട്ടീസ് നൽകിയത്. എന്നാൽ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നും പൊതുപ്രശ്നമല്ലെന്നും സ്പീക്കർ നിലപാടെടുത്തു. അതിനാൽ റൂൾ 50 പ്രകാരം നോട്ടീസ് അനുവദിക്കാനാകില്ലെന്ന് സ്പീക്കർ വ്യക്തമാക്കി. പ്രതിപക്ഷത്തിന് വേണമെങ്കിൽ സബ്മിഷനായി വിഷയം ഉന്നയിക്കാമെന്ന് സ്പീക്കർ നിർദ്ദേശിച്ചു. ഈ വിഷയം ചട്ടം 50ന്റെ പ്രാരംഭത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പൊതു പ്രാധാന്യം അർഹിക്കാത്തതും അടിയന്തര സ്വഭാവത്തോട് കൂടിയുള്ളതും അല്ലാത്തതിനാൽ റൂൾ 50 അനുവദിക്കാൻ കഴിയില്ല എന്നറിയിക്കുകയാണ്. എന്നാൽ പ്രതിപക്ഷമാകട്ടെ സ്പീക്കറുടെ നിലപാടിനെ അംഗീകരിക്കാൻ തയ്യാറായില്ല. പോലീസിനെ ആക്രമിച്ചു എന്നതാണ് ഇവിടുത്തെ വിഷയമെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. ഭരണപക്ഷത്തിന് അപ്രിയമായ കാര്യങ്ങൾ സഭയിൽ അനുവദിക്കില്ല എന്നത് ശരിയായ നിലപാടല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. നിങ്ങൾക്ക് അപ്രിയങ്ങളായ കാര്യങ്ങൾ സഭയിൽ കൊണ്ടുവരാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയല്ല. ഇത് കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണ്. സബ്മിഷനായി വിഷയം അവതരിപ്പിക്കാൻ തയ്യാറുണ്ടോ എന്ന് പ്രതിപക്ഷ നേതാവിനോട് സ്പീക്കർ ചോദിച്ചു. സബ്മിഷനായി അവതരിപ്പിക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് നിലപാടെടുത്തു. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നൽകാത്ത നടപടിയിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഗാസയിൽ ആക്രമണം പുനരാരംഭിച്ച പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഇസ്രായേലിൽ വൻ ജനകീയ പ്രതിഷേധം. ജെറുസലേമിലെ ഇസ്രായേലി പാർലമെന്റിന് പുറത്ത് 10,000-കണക്കിന് ജനങ്ങൾ പ്രതിഷേധത്തിനെത്തി. ഇസ്രായേലിന്റെ ആഭ്യന്തര സുരക്ഷാ സേനാ മേധാവിയെ പുറത്താക്കാനുള്ള തീരുമാനവും നെതന്യാഹുവിനെതിരായ ജനരോഷം ആളിക്കത്തിച്ചു. പാർലമെന്റിന് പുറത്തുള്ള പ്രതിഷേധ റാലിക്ക് പിന്നാലെ നെതന്യാഹുവിന്റെ ജെറുസലേമിലെ സ്വകാര്യ വസതിയിലേക്കും പ്രതിഷേധക്കാർ മാർച്ച് നടത്തി. റഷ്യ-യുക്രൈൻ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ച നിലപാടിനെ പ്രശംസിച്ചുള്ള പ്രസ്താവനയെ ന്യായീകരിച്ച് കോൺഗ്രസ് MP ശശി തരൂർ. താൻ സംസാരിച്ചത് ഭാരതീയനെന്ന നിലയിലെന്നും രാഷ്ട്രീയം കാണുന്നില്ലെന്നും ശശി തരൂർ പറഞ്ഞു. ലോകസമാധാനം സ്ഥാപിക്കുന്നതിൽ പങ്കുവഹിക്കാൻ കഴിയുന്ന രാജ്യമായി ഇന്ത്യ മാറിയെന്നും ശശി തരൂർ. തരൂരിന്റെ പ്രശംസയെ രാഷ്ട്രീയമായി ഏറ്റെടുത്ത് BJP. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ നരേന്ദ്രമോദി സ്വീകരിച്ച നയത്തിലടക്കമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്രജ്ഞതയെ ശശി തരൂർ പുകഴ്ത്തിയത്. 2 രാജ്യങ്ങളുമായി നല്ല ബന്ധം നിലനിർത്താൻ മോദിക്ക് കഴിഞ്ഞുവെന്നും മോദിയുടെ നയത്തെ താൻ എതിർത്തത് അബദ്ധമായെന്നും തരൂർ. കൂടാതെ ലോകസമാധാനം സ്ഥാപിക്കുന്നതിൽ പങ്കുവഹിക്കാൻ കഴിയുന്ന രാജ്യമായി ഇന്ത്യ മാറിയെന്നും തരൂർ അഭിപ്രായപ്പെട്ടു. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായ തരൂരിന്റെ പ്രശംസയെ BJP രാഷ്ട്രീയമായി ഏറ്റെടുത്തു കഴിഞ്ഞു. തരൂരിന്റെ നിലപാട് സാമൂഹ്യ മാധ്യമങ്ങളിൽ BJP പ്രചാരണായുധമാക്കി. തരൂരിനെ ടാഗ് ചെയ്ത് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ Xൽ അഭിനന്ദന കുറിപ്പിട്ടു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള മോദിയുടെ കൂടിക്കാഴ്ചയെ ശശി തരൂർ നേരത്തെ പിന്തുണച്ചതും വ്യവസായ വളർച്ചയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെ അനുകൂലിച്ചതുമെല്ലാം വലിയ വിവാദമായതിന് പിന്നാലെ ഹൈക്കമാൻഡ് തരൂരിനെ ഡൽഹിക്ക് വിളിപ്പിച്ച് ചർച്ച നടത്തിയിരുന്നു. കോൺഗ്രസ് നയങ്ങൾക്കും താൽപര്യങ്ങൾക്കും വിരുദ്ധമായി നിലപാട് സ്വീകരിക്കുന്നവർക്ക് പാർട്ടിയിൽ തുടരാനാവില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം കർശന നിലപാട് അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് തരൂർ വീണ്ടും മോദിയെ പുകഴ്ത്തി പാർട്ടിക്ക് തലവേദനയാകുന്നത്. തരൂരിന്റെ മോദി പ്രശംസയിൽ കോൺഗ്രസ് നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയാണുള്ളത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. ശശി തരൂരിന്റെ നരേന്ദ്രമോദി സ്തുതി രാഹുൽ ഗാന്ധിയുടെ മുഖത്തേറ്റാടിയെന്ന് K. സുരേന്ദ്രൻ. വിദേശത്ത് സഞ്ചരിച്ച് രാഹുൽ ഗാന്ധി ഇന്ത്യയെ അപമാനിക്കുകയാണ്. അപ്പോഴാണ് ശശി തരൂർ സത്യം വിളിച്ചു പറഞ്ഞത്. ശശി തരൂരിനെ ഇനി കോൺഗ്രസിനുള്ളിൽ വെച്ചുകൊണ്ടിരിക്കുമോ എന്ന് കണ്ടറിയാമെന്നും BJPയിലേക്ക് വരുമോ എന്നുള്ളതൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമല്ല എന്നും സുരേന്ദ്രൻ പറഞ്ഞു. അദ്ദേഹത്തെ തുടരാൻ സമ്മതിക്കുമോ? ശശി തരൂരിനെ ഒരു പാഠം പഠിപ്പിക്കാൻ ഹൈക്കമാൻഡ് തയ്യാറാവോ എന്നുള്ള സംശയം മാത്രമേ മലയാളികൾക്കുള്ളൂ, നാട്ടിലുള്ളവർക്കെല്ലാം ഉള്ളൂ. ശശി തരൂർ ഒരു സത്യം പറഞ്ഞു. രാഹുൽ ഗാന്ധി ഒഴിച്ച് ബാക്കി എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സത്യമാണ്. ലോകത്തിനു മുമ്പിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ ലോകരാജ്യങ്ങളിൽ ഏറ്റവും ശക്തമായി മുമ്പോട്ട് പോകുന്ന ഒരു രാഷ്ട്രമായിട്ട് ഇന്ത്യ മാറി. കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഭർത്താവ് കൊലപ്പെടുത്തിയ ഷിബിലയുടെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. കഴുത്തിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണത്തിന് കാരണമെന്നാണ് റിപ്പോർട്ട്. ഷിബിലയുടെ സംസ്കാരം കക്കാട് കരികുളം ജുമാ മസ്ജിദിൽ നടന്നു. അതേസമയം പ്രതി യാസിറിനെ നാളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. കൊല്ലപ്പെട്ട ഷിബിലയുടെ ശരീരത്തിൽ ആകെ 11 മുറിവുകളുണ്ടെന്നും കഴുത്തിലുള്ള 2 മുറിവുകൾ ആഴത്തിലുള്ളതാണെന്നുമാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആഴത്തിലുള്ള മുറിവുകളാണ് മരണത്തിന് കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു.
ഷിബിലയെ ഭർത്താവ് യാസർ വെട്ടിക്കൊന്നത് കൃത്യമായ ആസൂത്രണത്തോടെയാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കസ്റ്റഡിയിലെടുത്ത യാസറിന്റെ കാറിൽ നിന്ന് കത്തിയും ബാഗും പോലീസ് കണ്ടെടുത്തു. താമരശ്ശേരി സിഐയുടെ നേതൃത്വത്തിൽ പ്രതിയുമായി തെളിവെടുപ്പും കാറിൽ ഫോറൻസിക് പരിശോധനയും നടന്നു. അതേസമയം കരികുളം മദ്രസയിലെ പൊതുദർശനത്തിന് ശേഷം ഷിബിലയുടെ മൃതദേഹം കക്കാട് കരികുളം ജുമാ മസ്ജിദിൽ ഖബറടക്കി. ഷിബിലയെ അവസാനമായി കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനുമായി ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും അടക്കം നിരവധി പേരാണ് മദ്രസയിലെത്തിയത്. അമൃത ന്യൂസ്, കോഴിക്കോട്. ഫെബ്രുവരി മാസത്തിലെ സിനിമാ നിർമ്മാണത്തിലെ കണക്കുകൾ പുറത്തുവിട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. 75 കോടിയിലധികം രൂപ നിർമ്മാണത്തിനായി ചിലവായപ്പോൾ 23 കോടി 55 ലക്ഷം മാത്രമാണ് തിരികെ ലഭിച്ചത്. 16 സിനിമകളുടെ കണക്കുകളാണ് അസോസിയേഷൻ പുറത്തുവിട്ടത്. ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ 16 സിനിമകളുടെ ബജറ്റും കളക്ഷൻ തുകയും അടങ്ങിയ വിവരങ്ങളാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ടത്. ഒരു സിനിമയ്ക്ക് പോലും ചെലവാക്കിയ തുക തിയേറ്ററുകളിൽ നിന്ന് തിരിച്ചു കിട്ടിയിട്ടില്ല എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. 16 സിനിമകളുടെ ആകെ മുടക്ക് 75 കോടി 23 ലക്ഷമാണ്. ഇതിൽ ആകെ തിയേറ്റർ ഷെയറായി ലഭിച്ചത് 23 കോടി 55 ലക്ഷവും. ഏകദേശം 53 കോടിയുടെ നഷ്ടമാണ് ഫെബ്രുവരി മാസം മാത്രം മലയാള സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്നുണ്ടായത്. 1 കോടി 60 ലക്ഷം മുടക്കി നിർമ്മിച്ച ലവ് ഡെയിൽ എന്ന ചിത്രത്തിന് തിയേറ്ററുകളിൽ നിന്ന് ആകെ ലഭിച്ചത് 10,000 രൂപ മാത്രമാണ്. മുടക്കുമുതലിന് അടുത്തെത്താൻ സാധിച്ചത് കുഞ്ചാക്കോ ബോബൻ ചിത്രം ഓഫീസർ ഓൺ ഡ്യൂട്ടിക്ക് മാത്രമാണ്. 13 കോടിയാണ് ചിത്രത്തിന്റെ മുടക്കുമുതൽ. ഇതുവരെ 11 കോടി ലഭിച്ചു. ചിത്രം ഇപ്പോഴും പ്രദർശനം തുടരുകയാണ്. സിനിമാ വ്യവസായം പ്രതിസന്ധിയിലാണെന്ന നിർമ്മാതാക്കളുടെ വാദം ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ. അഭിനേതാക്കൾ പ്രതിഫലം കുറയ്ക്കണമെന്നും സർക്കാർ ഇരട്ട നികുതി ഇല്ലാതാക്കണമെന്നും നിർമ്മാതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. കായിക വാർത്തകൾ നോക്കാം. മാലിദ്വീപിനെതിരായ സൗഹൃദ ഫുട്ബോൾ മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. എതിരില്ലാത്ത 3 ഗോളിനാണ് ഇന്ത്യ ജയിച്ചത്. സുനിൽ ഛേത്രി, രാഹുൽ ഫേക്ക്, ലിസ്റ്റൺ കൊളാക്കോ എന്നിവരാണ് ഇന്ത്യക്ക് വേണ്ടി ഗോളുകൾ നേടിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.